ഇല്ല എന്തിരെ ഓടാ വണ്ടി എടുത്തോടാ. എന്താണ് എന്താണ് എന്താടാ ഇവിടെ ഇത് മറ്റല്ലേ വണ്ടി എടുത്തിട്ട് പോയായിരുന്നു. തുണിയൊക്കെ വന്നോ നീ അങ്ങോട്ട് മാറ്റിയോ നീ? കൈ പൊക്കടാ, നീ കൈ പൊക്കടാ, കൈ പൊക്കടാ, കൈ പൊക്കടാ, പൊക്കടാ കൈ. അളി അവനെ എനിക്ക് വേണം, പെട്ടെന്ന് എടു. അളി അവനെ വേണം എനിക്ക്, അവനെ വേണം. വണ്ടി ഇറങ്ങി നമ്മളെ വണ്ടി അവിടെ റിപ്പയറില് ചോപ്പ് വണ്ടിയാണെന്ന് കാര്യം പറഞ്ഞേക്ക്. എന്താ ബ്രോ കാണിക്കുന്ന ചോദിച്ചു. മേലെ 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 മങ്കി ഡാൻസ് കളിക്കുന്ന എന്ത് മൂഞ്ചാ നീ വന്ന എന്റെ കൂടെ? ഇവനാണോ? ഹലോ 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 ബ്രോ അല്ലേ നേരത്തെ വണ്ടി വണ്ടി നിർത്താ പോയത്? ബ്രോ പിന്നെ എന്നെ കണ്ണേ എന്ത് പ്രശ്നം? ഇവനൊക്കെ വന്നങ്ങ് ഗണ്ണീന്ന് ഫയർ ചെയ്യോ ഡയറക്റ്റ് മൊണ്ണ ആരടിക്കാൻ ബ്രോ ആരി ബ്രോ ഒരു കിട്ടാം മനസ്സിലായോ? അത്രേ ഉള്ളൂ. എടാ വണ്ടി നിർത്താ പോയത് ഇവനല്ലേ? കത്തിച്ചോ ഇവനെ കത്തിച്ചോ കത്തിച്ചോലാ തീട്ടത്തിനെ കത്തിച്ചാടാ കത്തിച്ചാ ഈ തീട്ടത്തിനെ കൊണ്ടിട്ട് എന്ത് ചെയ്യാനാ? കളിക്കാനും തുടിക്കാനും ആരെ വന്നവൻ കണ്ണീം വീണത് തീട്ടം അവക്ക് എണ്ണെടുത്തൊന്നും ഒന്നും മിണ്ടണ്ട. കൈവെക്കടാ തൊളത്തേറ് അത്രോളൂ. ബാബാ ആളെ കിട്ടിയിട്ടുണ്ട്. എടാ രണ്ടുപേരിട്ട് അതുകൊണ്ട് രണ്ടുപേരിട്ട് അതാ വെയിറ്റ് ആക്ക്. ഇവനെ എന്ന് പൊക്കി ഹലോ സംസാരിച്ചു തീർക്ക. കാരണം പോണേ ഒരുമിച്ച് പോണം ഒരുമിച്ച് എല്ലാരും വണ്ടി കയറാം എല്ലാരും വണ്ടി കയറാം. ദൈവമേ നമ്മുടെ ഭാഗത്തുനിന്ന് സോറി ബ്രോ അടിച്ചേനെ മനസ്സിലായോ ബ്രോ? നമ്മള് അടിച്ചാണ് പറഞ്ഞ അക്സെപ്റ്റ് ചെയ്തില്ല. സോറി സോറി ബ്രോ സോറി 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 പറഞ്ഞല്ലോ. വണ്ടി വണ്ടി കയറല്ലെങ്കിൽ അത്രേ ഉള്ളൂ. എടാ സ്മോക്കർ സംഭവം എന്താ അറിയാം? ആ വണ്ടിയിൽ എന്നെ ഇവൻ വെടിവെച്ചായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. ആ സമയത്ത് ഞാൻ നോക്കുമ്പോ ഞാൻ ചുമ്മാ ഡ്രസ് ഷോപ്പിൽ ഡ്രസ് മാറാൻ വന്ന എന്നെ ബ്രോക്ക് എണ്ണയും എതിട്ട് ഇറങ്ങാൻ പറയുന്നത്. ഞാൻ എന്തിനാ ഇറങ്ങണം?
ബ്രോ അതാണ് ഞാൻ പറയുന്നത്. ബ്രോ ക്ലിയർ അല്ലേ? ബ്രോക്ക് ക്ലിയർ അല്ലേ? പോയത് ഇനി ഒരു കാര്യം ബ്രോ ഫിയറിന്റെ കാര്യം പറഞ്ഞില്ലേ ബ്രോ മറ്റേ വന്നുടനെ ഗണ്ണെടുത്ത് ഫയർ ഇല്ല ബ്രോയുടെ അടുത്ത് ഒരു കാര്യം പറയട്ടെ. ബ്രോ ഒറ്റ ഒരാളാണ് എന്നെ കണ്ണയം ചെയ്യുന്നത്, മനസ്സിലായ? ഞാൻ വണ്ടിക്കകത്ത് ഇരിക്കുന്നത്, ഞാൻ എന്തിന് ഫിയർ കാണിക്കണം? ബ്രോ എയർ അല്ലേ പിടിച്ചോണ്ട് വെയിറ്റ് അതും പറഞ്ഞ് നെഞ്ചത്തൂടെ കയറ്റിട്ടല്ല പോകേണ്ടത്, മനസ്സിലായ? സൈഡിൽ കൂടെ എടുത്തോളാം. എന്റെ നെഞ്ചത്തൂടെ കയറ്റിട്ട് പോയിട്ട് ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ ബ്രോ പിന്നെ എന്നെ ഗണ്ണേം ചെയ്യുമ്പോ ബ്രോ ഞാൻ ഇറങ്ങിയിട്ട് ബ്രോ എനിക്ക് വന്ന് ഉമ്മ തരണോ? ഞാൻ എന്നെ ഗണ്ണേം ചെയ്ത് വെക്കുമ്പോ പിന്നെ ഞാൻ വണ്ടി എടുത്തോണ്ട് പോകണ്ട, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ബ്രോ വണ്ടി എടുത്തോണ്ട് പൊക്കോ, പക്ഷെ അത് എന്റെ നെഞ്ചത്തൂടെ കയറ്റിക്കൊണ്ടല്ല പോകണ്ടേ. ബ്രോ മണ്ടനായിട്ട് അഭിനയിക്കുവാണോ ബ്രോ? ഹലോ ബ്രോ ഗണ്ണെടുത്ത് അടിക്കത്തിന് കഴിച്ചിക്കണ നിനക്ക്? കഴിച്ചിക്കണ വല്ല മുള്ളൊരിക്കാൻ പോയി കയറാ കാണിച്ചിക്കണെങ്കി. അതാരാന്ന് നമ്മുടെ മുമ്പിലുണ്ട് എന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. കഴിവില്ല ഒന്നുമില്ല, താളമില്ല. കൊണക്കല്ലേ കൂടുതൽ കൊണക്കല്ലേ നീ? മര്യാദക്കാണ് സംസാരിക്കുന്നത്. ചുമ്മാ വെറുതെ വന്ന് അടിച്ചിട്ട് കൊണക്കണ നീ. ബ്രോ ബ്രോയുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും അങ്ങനെയാണ് ഉണ്ടായത്? നാടൻപട്ടി ക്രോസ് ആണ് നിന്റെ മേത്തുന്നാണ് നീ വളർത്തി നോക്കുന്നു. പിന്നെന്ത്? ഇപ്പൊ നീ നിൽക്കുന്ന എവിടെ? നീ മാസ് കഴിയണവരെ നിക്കട്ടെ, മാസ് കഴിയണവരെ നിക്കട്ടെ, എന്നിട്ട് കൊടുപ്പില്ല അങ്ങോട്ട്. മനസ്സിലായ? നീ കൊണക്കാൻ മാക്സിമം കൊണക്കണേ. കൊണച്ചാണ്ടല്ല നിന്റെ സമയം റീസെറ്റ് ആയി ഇവിടെ തന്നെ നിൽക്കും, മനസ്സിലായ? കൊണക്കാതെ കൊണക്കടാ നീ കൊണക്കി പാർസലായിട്ട് നിനക്ക് തന്നെ വന്നോളും, കുഴപ്പമില്ല. നീ കൊണച്ചോ. ആയിക്കോട്ടെ ബ്രോ ആയിക്കോട്ടെ. അല്ല ബ്രോ നേരത്തെ ഞങ്ങളെ വെടിവെച്ച് നേരത്തെ മുന്തിക്കിന്റെ അവിടുന്ന് കഴിവില്ലാത്ത വെടിവെച്ചതിനേക്കാ. ഓ ബാഡ്. പിന്നെ വണ്ടി കിട്ടി നീ വെറുതെ പറയാൻ പറ്റത്തില്ലേ ബ്രോ? വണ്ടി കണ്ണയം ചെയ്തപ്പോ വണ്ടി നിർത്തിയില്ല, അതുകൊണ്ട് ബ്രോക്ക് സംസാരിക്കാറിനൂടെ മുന്നേ നീ മനസ്സിലാവും. അതല്ല സംസാരിക്കാറുണ്ട്. എല്ലാത്തിനും മുമ്പ് ഗണ്ണെടുക്കോ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ വെടിവെക്കോ നീ? വെയിറ്റ് ഫസ്റ്റ് തുടങ്ങിയത് റിപ്പയറിന്റെ അവിടെ വെച്ചിട്ടാണ്, മനസ്സിലാവും? തുടങ്ങി എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് വെടിവെച്ചത്. അവിടെ വെച്ച് ആര് വെടി വെച്ച്? അമ്പളിക്കല്ലേ നീ? ഒരു കാര്യം ഞാൻ ബ്രോഡ് ചോദിക്കട്ടെ. ശരി, സിറ്റുവേഷൻ ഇപ്പം അങ്ങോട്ട് വെടിവെക്കുക, വണ്ടി ഇടിച്ചെന്ന് വിചാരിച്ചു. ബ്രോ ഗ്യാങ് അല്ലല്ലോ ഒന്നാമത്തെ കാര്യം. ബ്രോ വന്ന് അടിക്കുന്നത് മിക്കവാറും ഗ്യാങ് ആയിരിക്കും. ഞാൻ മൊത്തം ഒരു കാര്യം ഞാൻ പറയട്ടെ. ബ്രോ വന്ന് മിക്കവാറും കുണയ്ക്കുന്നതോ ഇടിക്കുന്നതോ അല്ലെങ്കിൽ വെടിവെക്കുന്നതോ ഏതെങ്കിലും ഗ്യാങ്ങിന്റെ അടുത്താണെങ്കിൽ ഇതാണ് പ്രശ്നം, മനസ്സിലായോ? സംസാരിക്കണം. ഞാൻ ബ്രോ അടുത്ത് കുണയ്ക്കോ അല്ല വലിയ ഗ്യാങ്ങോ ചെറിയ ഗ്യാങ്ങോ ഞാൻ അതല്ല ബ്രോ അടുത്ത്. ഞാൻ ബ്രോയുടെ മര്യാദയ്ക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കണം, മനസ്സിലായോ? ഇപ്പൊ ഇത്ര അവസരമാകാൻ കാരണം എന്താ വെച്ചാൽ ബ്രോ ആദ്യം സംസാരിക്കണം. എടാ നീ എന്തിനാ വെടിവെച്ച്? ചിലപ്പോൾ അറിയാൻ വെടിവെച്ചായിരിക്കും, ചിലപ്പോൾ അറിയാണ്ട് ഇടിച്ചായിരിക്കും. ബ്രോ വന്ന് ആദ്യം കാര്യം സംസാരിച്ച് സോൾവ് ചെയ്ത് പോകേണ്ട കാര്യമേ ഉള്ളൂ. പിന്നെ ബ്രോ തന്നെയല്ലേ നേരത്തെ അവിടെ മറ്റേ നമ്മളെല്ലാരും കൂടെ നിന്നപ്പോ വണ്ടിക്ക് വന്ന് ഇടിച്ച് കുറച്ചേരം തറയിട്ടത് ഇടിച്ച്. ആ സമയത്ത് വന്ന് സംസാരിച്ച് തീരാതെ പ്രശ്നമുള്ളൂ, മനസ്സിലായോ? അല്ലാതെ ഇവിടെ സിറ്റിയിൽ ഒരുപാട് ഗ്യാങ് ഉണ്ട്. നിങ്ങൾ വന്ന് മറ്റേ ഈ സിവിലിനായിട്ട് മാസ് കാണിക്കാൻ വന്നേനാ അവന്മാർ അടിച്ചിടും സ്പോട്ടിന്. വലിയ കാര്യത്തില് ഫിയറുടെ കാര്യം പറയല്ലോ ബ്രോ. സിറ്റീസിന്റെ കാര്യം എവിടെ ബ്രോ? അതെനിക്കൊന്ന് പറഞ്ഞുതരൂ. സൂപ്പർ ബ്രോ, അത് ഭയങ്കര കഴിവാണ് ബ്രോ. സിറ്റിസൺ വലിയ കഴിവാണ്. നമുക്ക് പീഡിനെ വിളിച്ച് അവന്റെ ഏറാൻ കൊടുത്താലോ?
വലിയ കഴിവായ ബ്രോ അത് എന്തായാലും. നല്ലൊരു ഐഡിയ ആണ് അത്. ഓ സിറ്റിസന്റെ ഇല്ല കണ്ണിട്ടാണ്ടിരിക്കാതെ ഏറെ ഇരിക്കട്ടെ. കഴിവുണ്ടെങ്കിൽ അടിക്കും, കഴിവില്ലല്ലോ നീ അടിക്കത്തില്ലല്ലോ. വെച്ചോ ബ്രോ കയ്യില്. ആ ഉള്ളതില്ലാത്ത ബ്രോ കണക്കാ, മനസ്സിലായാ? ഇത് കമ്പ് നിന്നെ അടിക്കാനുള്ള അടിച്ചു പഠിപ്പിക്കാൻ നേരാക്കാനല്ല. കോല് എന്നിട്ട് ബാക്കി കൂടെ പറയാനല്ലോ ബ്രോ. ബ്രോ മര്യാദയ്ക്ക് നടന്നാ മതി, മനസ്സിലായ ബ്രോ? എന്തേലും കാര്യം സംസാരിക്കാനായിട്ട് അല്ലാണ്ട് ഡയറക്റ്റ് കണ്ണേം ചെയ്ത് വെളിയിൽ ഇറങ്ങാന്ന് പറഞ്ഞ ആരും നിക്കൂല ബ്രോ. ഞാൻ അറിയാലോ ഇപ്പൊ ബ്രോ ഇങ്ങനെ ചുമ്മാ നിക്കും. അപ്പൊ ഒരുത്തം വന്നിട്ട് ബ്രോനെ കണ്ണേം ചെയ്തിട്ട് കൈ വെക്കറാന്ന് പറഞ്ഞ ബ്രോ ചുമ്മാ കൈവത്തി നിന്ന് കൊടുക്കും. ബ്രോ അത് പക്ഷെ അങ്ങനെയാണ് ചെയ്തത്. മനസ്സിലായ ബ്രോനെ കൂട്ടല്ല എല്ലാവരും. അതാണ് വ്യത്യാസം. ഓർമ്മയില്ലല്ലേ? മനസ്സിലായ എന്താണ് ഇവനിപ്പ എന്താണ് ബ്രോ ഇറങ്ങിയിരുന്നെങ്കിൽ അവിടെ സംസാരിക്കായിരുന്നു, മനസ്സിലായോ? അവിടെ ഒന്ന് അവിടെ ഇറങ്ങി ബ്രോ സംസാരിക്കണ ചെയ്തത്. എന്ത് സംസാരിക്കണം? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ വെറുതെ ഡ്രസ് ഷോപ്പിൽ ഡ്രസ് മാറാൻ വന്ന എന്റെ അടുത്ത് ഗണ്ണയും ചെയ്തിട്ട് വെളിയിൽ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് സംസാരിക്കണം ബ്രോയുടെ അടുത്ത്? എനിക്ക് മനസ്സിലാവാ. സംസാരിക്കാറിനൂടെ കളിയായവന്. ബ്രോ ബ്രോ എന്തിനു കൊണ്ടത്രേ പറയുന്നേ? ഞാൻ വെറുതെ വന്ന് എന്നെ ഗണ്ണയും ചെയ്തിട്ട് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് നിന്ന് തരണോ ബ്രോയ്ക്ക്? ഞാനായിട്ട് ഇപ്പൊ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിരുന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബ്രോ പറയുന്ന കാര്യത്തിൽ ന്യായമുണ്ട്. എനിക്കിത് ബ്രോനെ അറിയും കൂടിയില്ല ബ്രോ. ഞാൻ വെറുതെ ഡ്രസ് പറയുമ്പോൾ എന്റെ ഗണ്ണയും എന്നിട്ട് വെളി ഇറങ്ങണാന്ന്. എന്നിട്ട് ഞാൻ എന്റെ മീൻസ് ബ്രോ ഗണ്ണയും ചെയ്തപ്പോഴാണല്ലോ ഞാൻ വണ്ടി എടുത്തിട്ട് പോയത്. ബ്രോ എന്റെ ഫ്രണ്ടിൽ നിൽക്കായിരുന്നു, ഞാൻ വണ്ടി എടുത്തിട്ട് പോയി. അപ്പൊ ബ്രോയുടെ ദേഹത്തോട്ടേന് ബ്രോ ഒന്നും ഇണ്ടാണ്ട് നേരെ അടിച്ചേക്കുന്നത്. ഇതിലൊക്കെ ഞാൻ എന്ത് പറയാം ബ്രോയുടെ അടുത്ത്? അല്ലെങ്കിൽ ബ്രോ ഇപ്പൊ ബ്രോ രണ്ടാമത് എന്റെ റിപ്പയർ എടുത്ത് എന്റെ അടുത്തോട്ട് വന്നല്ലോ. അപ്പൊ ബ്രോയ്ക്ക് കാര്യം സംസാരിക്കായിരുന്നില്ല? നീ ആണോ ചെയ്തെന്ന് ചോദിക്കായിരുന്നില്ല? അതെന്തുകൊണ്ട് ബ്രോ ചോദിച്ചില്ല? ബ്രോ വേറെ ഒരു കാര്യം ചോദിക്കട്ടെ ബ്രോ. അതെന്ത് ചോദിക്കാന്ന് വെച്ചാൽ വണ്ടി എടുത്തോണ്ട് ബ്രോയുടെ നെഞ്ചത്തോടെ ഞാൻ വണ്ടി എടുത്തോണ്ട് പോയത് എപ്പോഴാണ്? ബ്രോ എന്നെ ഗണ്ണയും ചെയ്തപ്പോഴാണോ? അപ്പൊ അല്ലാണ്ട് ഞാൻ വെറുതെ നിൽക്കുന്ന ബ്രോയുടെ ദേഹത്തോടെ മറ്റേ വണ്ടി ഇടിച്ചോണ്ട് പോകണോ ചെയ്തല്ലോ? എന്നെ ഗണ്ണയും ചെയ്തപ്പോഴാണല്ലോ. പറയുന്നത് എന്നെ ഗണ്ണയും ചെയ്തതാണല്ലോ പ്രശ്നം. നീ ഇടിച്ചിട്ടിട്ട് തന്നെ പോവുള്ളൂ. നീ മനസ്സിലായോ? ആ സമയത്ത് രക്ഷപ്പെടാൻ നിനക്ക് അതാണ് നിന്റെ പ്രയോറിറ്റി. മനസ്സിലാക്കും. അത്ര വിളിച്ചുകൊണ്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ ഇവൻ എന്താ ചെയ്യട്ടെങ്കിൽ വിടറേ. പറഞ്ഞോളൂ. പോട്ടെ. എന്തേലും ചെയ്യണ്ടടാ. എന്തേലും എല്ലാത്തിനെയും അളിയ ഇതിനുള്ള ഞാൻ കൊടുക്കോളിയാ. വെയിറ്റ്. അതെനിക്കറിയാം. ഇല്ല അതൊക്കെ ചെയ്യിപ്പിക്കണം. പോട്ടെ വേണ്ട വിടറ. ഇത് എനിക്ക് അറിഞ്ഞോറേ. ഇത് എന്തൊരു കഷ്ടം. ഇതിപ്പോ പോട്ടാ ഞാൻ. മുന്നോട്ട് നടക്കാം. വെറുതെ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഓടണ്ട അതൊക്കെ നടന്നാ മതി. എന്നെ ഇട്ട് തരാ. നാളെ എന്തായാലും ഇത് അപ്പുക്കുട്ടൻ അറിയാം. ഈ കേസ് അപ്പുക്കുട്ടൻ അറിയാം. അവനൊന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സിലാ? അപ്പുക്കുട്ടനൊന്നും ചെയ്യാൻ പറ്റില്ല. ബ്രോന്റെ പേരെന്താണ് ബ്രോ? മാമൻ. സ്മോക്കർ എന്താ സ്മോക്കറെ? പറ. വിട്ടേര്. പോട്ടെ. സൂട്ടൂർ സൂട്ടൂറാണ് അവിടെ. അപ്പുക്കുട്ടന്റെ ഒരു സീനുണ്ട്. അപ്പുക്കുട്ടൻ അടിച്ചൊന്നില്ല മിസ്ഫയർ ആയതാണേ. സോറി ബ്രോ, മിസ്ഫയർ. ഉമ്മാർക്കറിയാം, മനസ്സിലായോ? ഉമ്മാർക്കറിയാം. ഉമ്മാരെ അപ്പുക്കുട്ടൻ ഇപ്പൊ പ്രശ്നമായ ഇപ്പൊ വാറാവും TV ആയിട്ട് സിറ്റുവേഷൻ ആണ്. ഇതിപ്പോ കറക്റ്റ് ഉമ്മാർക്ക് അറിയാം ഞാൻ ഗ്യാങ്ങിൽ ഇല്ലെന്ന്. കറക്റ്റ് ഉമ്മാർക്ക് അറിയാം, എല്ലാം അണ്ടി അറിയാം. അതുപോലെ എന്നെ മാത്രം എടുത്തുകൊണ്ട് അവൻ ആദ്യം ബുക്ക്, ഇവനെ ബുക്ക് എന്നൊക്കെ പറഞ്ഞ് നൈസിൽ എന്നെ മാത്രം കൊണ്ടുവന്നു. ഏത് സൂപ്പർ പരിപാടി. റോഡിൽ ഏറുണ്ട് ഇപ്പോഴും? ഉണ്ട് ബ്രോ, ഉണ്ട്. ഇനി എത്ര ഏറോടി ഉണ്ട് ബാക്കി? ഒറ്റ ഒരെണ്ണം ഉള്ളു. ആണോ? ഇത് പോയപ്പാ
ഞാനൊരു കാര്യം പറയട്ടെ, ഫസ്റ്റ് ഞാൻ സിറ്റിസൺസിനോട് AR കൊണ്ട് നടന്നുകൂടാ. പുറത്തോട്ട് കൊണ്ട് എവിടെ കാര്യങ്ങളൊക്കെ പറയുന്ന ബ്രോയ്ക്ക് അതും കൂടെ അറിയണ്ടേ. എവിടെന്നോ സറണ്ടർ അടിച്ചോ, സറണ്ടർ അടിച്ചു. എന്താ ബ്രോ എന്താ സറണ്ടർ അടിച്ചു. സറണ്ടർ നിർത്തി കത്തിക്ക. അല്ലെ ബ്രോ ചുമ്മാ ഒന്നും ചെയ്യണം അവിടെ എന്താ ബ്രോ ആനം കണ്ട അവിടെ നിന്ന് പറ നിന്ന് പുറത്തോട്ട് വല്ല ബ്രോ സാറോടെ സ്മോക്കറിങ് അടി കുറച്ചും കൂടെ വെച്ചോ. എനിക്ക് വയ്യ ഇത് കാണാൻ. എന്റെ ചെറുക്കന്മാരില്ലാതായി പോയി. ഓക്കെ ബ്രോ ആ ഒരു ആറും പോയില്ല അപ്പൊ ഓക്കെ പോയിട്ടോ ബ്രോ. നമുക്ക് വേറെ ദേഷ്യമൊന്നുമില്ല ബ്രോ, ചുമ്മാ ഇങ്ങനെ കൊണക്കല്ലേ ബ്രോ ആരോട് മനസ്സിലായോ? ബ്രോ വേറെ ഫസ്റ്റ് എന്നോട് സംസാരിക്കും. സംസാരിക്കാൻ നോക്കിയാൽ മതി. അത്ര ചുമ്മാ കണ്ടെടുത്ത് ഡെയിം ചെയ്യാൻ പുറത്തിറങ്ങാൻ പറയാ. ഇനി അല്ല കേക്കണ്ട. ഈ സംഭവം നിങ്ങളെ കേൾപ്പിക്കാണ്ടേ മനസ്സിലായി. നമ്മള് ബ്രോ മറ്റേ അവന്മാര് നല്ലവന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. കേക്കണ്ട താല്പര്യടാ പക്ഷെ അല്ല അവരെ കൺമുന്നിൽ ഒന്നും കൂടെ കത്തിക്കേണ്ടി വരും. ഒന്നും കൂടെ കത്തിക്കേണ്ടി വരും.